വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദീവ്, ദാദ്ര, നഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാറും, ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. പദം പദം ഉറച്ചു പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം, ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം. ദൈവത്തിന്റെ വചനം തുടർന്നുള്ള മിനിറ്റുകൾ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ സ്ഥലം ഏകാഗ്രമാക്കുവാൻ തയ്യാറായാൽ, യേശുക്രിസ്തു എന്ന ഏക പുരുഷനായ അവനിൽ വിശ്വസിക്കുവാൻ, ലോകരക്ഷകനായിട്ടുള്ള, സൗഖ്യദായകനായിട്ടുള്ള, അതേ വീണ്ടെടുപ്പുകാരനായിട്ടുള്ള യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നിത്യജീവന്റെ വഴികൾ അവൻ തുറന്നു തരുവാൻ ശക്തനായ ദൈവമാണ് കർത്താവിന്റെ മഹത്വം. മനുഷ്യന്റെ തിരക്കേറിയ അതേ ജീവിതയാത്രയിൽ അവൻ എങ്ങോട്ട് പോകുന്നു, അവന്റെ യാത്ര എവിടെ തുടങ്ങുന്നു, അവന്റെ യാത്ര എവിടെ അവസാനിക്കുന്നുവെന്ന് അവന് തന്നെ നിഗമനം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ മനുഷ്യൻ വളരെ ബദ്ധപ്പാട് കഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ മഹത്വം നമ്മളിവിടെ നേടുന്നു, നമ്മളിവിടെ അധ്വാനിക്കുന്നു, നമ്മളിവിടെ അതേ അനുഭവിക്കുന്നു, ഭൗതികമായിട്ടുള്ള ശ്രേഷ്ഠതകളും നന്മകളും ഒക്കെ അനുഭവിക്കുന്നു. എന്നാൽ നമ്മുടെ നിത്യത, നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെ ചിലവിടും എന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ഈ മനുഷ്യന്റെ മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. അത് അതിനെ ഓർപ്പിച്ചത് ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമരണം. ഇത് രണ്ടും മനുഷ്യന് ഏറ്റെടുക്കുവാനുള്ള അവകാശമുണ്ട്. ഈ വൈകവേളയിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിന് വിരമിക്കുന്നു. തുടർന്ന് അതേ ദൈവദാസൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ ജോർജ്. മനുഷ്യന്റെ പാപമോചനത്തിന് അവനൊരു നിത്യജീവൻ നൽകുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു. ക്രൂശിൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും എന്നാൽ വിശ്വസിക്കുന്നവർക്കത് രക്ഷയുമാണ്. റോമാലേഖനം 1:16 പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷിക്കപ്പെടുന്നവർക്ക് അതൊരു ദൈവശക്തിയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കടഭാരം, നമ്മുടെ ദുഃഖം, നമ്മുടെ നിരാശ, നമ്മുടെ കുടുംബത്തിന്റെ വിടുതൽ, അനേകം ബന്ധനങ്ങളിരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് ഈ ഭൂമുഖത്ത് ഓരോ രീതിയിലുള്ള കുടുംബ തകർച്ചകൾ കാണുന്നു, നൈരാശ്യം, ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ പ്രയാസപ്പെടുക ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ ക്ഷണത്തിൽ നിങ്ങൾക്ക് മോചനം തരും. കാരണം യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു. അവനൊരു ക്രൈസ്തവരുടെ ദൈവമല്ല, ഈ മാനവരാശിയുടെ മുഴുവൻ ദൈവമാണ് യേശുക്രിസ്തു. അവൻ ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ യേശുക്രിസ്തു ഇനിയും അവൻ വീണ്ടും വരാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യാശ അതാണ്, യേശുക്രിസ്തു ഇനിയും വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് മധ്യാകാശത്തിൽ ഹല്ലേലൂയ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്നുള്ളൊരു വാഗ്ദത്തം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരാഗൃഹ പ്രമാണിയിൽ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? കാരാഗൃഹത്തിന്റെ പ്രമാണിയായിരുന്ന അദ്ദേഹം ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. അവർ ജയിലില് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയുടെ യാമത്തിൽ ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷമായി. അവിടെ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി നോക്കിയപ്പോൾ അവൻ വിചാരിച്ചത് എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ തന്നെ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസ് അവർ തന്നെത്താൻ ദോഷം ചെയ്യരുത്, അവരുടെ ഈ ദുർശീലങ്ങളിൽ നിന്ന്, ആ മദ്യപാനത്തിന്റെ അഡിക്ഷനിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു മനുഷ്യനെ കഴിയത്തുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഈ ശീലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കും, മയക്കുമരുന്നിൽ നിന്ന് മോചനം ലഭിക്കും. കാരണം ഈ മദ്യപാനം ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയുടെ നാശം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, ശാരീരിക തകർച്ച, ഇങ്ങനെ സമൂഹത്തിൽ തന്നെ പല രീതിയിൽ തകർച്ച ഉണ്ടാക്കുന്ന ഈ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഈ മദ്യപാനത്തിന് അടിമകളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ നിങ്ങളെ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്, സൈക്കോസോമാറ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അസുഖം മൂലം ഇന്ന് ഇന്ത്യയില് മരിക്കുന്നതിൽ 90% പേര് ഈ സൈക്കോസോമാറ്റിക് എന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേക പ്രതിഭാസത്തിന് അടിമയാണ്. എന്താണ് ഈ സൈക്കോസോമാറ്റിക് എന്ന് പറയുന്നത്? മദ്യപാനം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, പാൻപരാഗ്, ഇങ്ങനെ വിവിധങ്ങളായ ദുർശീലങ്ങളിൽ അടിമപ്പെട്ട് ശാരീരിക രോഗങ്ങളിൽ വലയുന്നവര്, അവർക്ക് മാനസികമായ പീഡനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ഭവനത്തില് സ്വസ്ഥതയില്ല, അവർക്ക് സ്വസ്ഥതയില്ല, എല്ലാ രീതിയിലും തകർച്ച, മറ്റൊരുത്തരും രക്ഷയില്ല. നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത യേശുക്രിസ്തുവിനല്ലാതെ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഇന്ന് അനേക മതസംഹിതകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഹൈന്ദവർക്ക് ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയുമുണ്ട്, ഇസ്ലാമിന് ഖുർആനുണ്ട്. ഇങ്ങനെ അനേകം മതങ്ങൾക്ക് ഓരോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നിത്യജീവൻ തരാമെന്ന് വാഗ്ദത്തം ചെയ്തത് യേശുക്രിസ്തു മാത്രമാണ്.
നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ചുയർത്തെഴുന്നേറ്റ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അതാകുന്നു നമ്മുടെ സുവിശേഷം. സമീപിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കടഭാരമാണോ? കുടുംബ പ്രശ്നമാണോ? ദാമ്പത്തിക പ്രശ്നമാണോ? ജീവിത നൈരാശിയാണോ? ദുർസ്വപ്നങ്ങളാണോ? സാത്താന്റെ പ്രവർത്തനമാണോ? നിങ്ങൾ എന്ത് പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്, അതിൽ നിന്ന് വിടുതലുവാൻ യേശു ക്രിസ്തു ശക്തനും വിശ്വസ്തനുമാണ്. നിങ്ങൾക്ക് കടന്നു വരാം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, അവന് ഹൃദയം പങ്കിടുവാൻ, സമർപ്പിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു വാക്ക് പറയുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടവർക്ക് വരാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലോകത്തില് ആര് മരിച്ചാലും സ്മാരകങ്ങളുണ്ട്. ഒരു സിനിമാ നടൻ മരിച്ചാൽ ഒരു സ്മാരകം കെട്ടും, ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ ഒരു സ്മാരകം കെട്ടും. എന്നാൽ യേശു ക്രിസ്തു മരിച്ചിട്ട് ഒരു സ്മാരകവുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് സ്മാരകം. ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. യേശു ക്രിസ്തു ഒരു സ്മാരകവും ഇവിടെ കെട്ടിയിട്ടില്ല. യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രം വന്നതാണ്. പാപികളെ രക്ഷിപ്പാൻ, പീഡിതരെ സൗഖ്യം കൊടുക്കുവാൻ, നിത്യജീവനെ തരുവാൻ, പരിശുദ്ധാത്മാവിനെ തരുവാൻ, ന്യായം വിധിക്കുവാൻ ആ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി ഉപവിഷ്ടനായിരിക്കുന്നു. നിങ്ങളെല്ലാവരെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ വിഷയം എന്തുവായിക്കൊള്ളട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കും, നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. നമ്മുടെ മുന്നിൽ അനേക പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അനേക മറ്റു ഭൗതികമായ വിഷയങ്ങളായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, രോഗമായിരിക്കാം. ഏത് രോഗവും വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു ശക്തനാണ്. ക്യാൻസർ, കുഷ്ഠരോഗം, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ഏത് അസുഖമാണെങ്കിലും സൗഖ്യമാക്കാൻ യേശു ക്രിസ്തു മതിയായവനാണ്. അവനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് രക്ഷയാണ്. ഇന്ന് രക്ഷയാണ്. വൈകിക്കണ്ട, താമസിപ്പിക്കാതെ, നാളത്തെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണ്ട. ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നിങ്ങൾക്ക് രക്ഷയാണ്. ഇന്ന് നിങ്ങൾക്ക് രക്ഷയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൂരത്തും ചാരത്തുമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിക്കുക. അവൻ തന്നെ ദൈവം, അവൻ തന്നെയാണ് ദൈവം. അവൻ നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇതുവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരാം. ആർക്കെങ്കിലും കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് നിന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എന്നെ വിടുവിക്കുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് രക്ഷയാണ്. ഇവിടെ വരണമെന്നില്ല. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കർത്താവിന് കൊടുത്താൽ, കർത്താവിൽ സമർപ്പിച്ചാൽ അവൻ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിങ്ങൾ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ തന്നെ ആ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ നിങ്ങൾക്കിടവരും. ഹല്ലേലൂയ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. സൃഷ്ടികൾ
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരപ്പെട്ടാൽ നാം രക്ഷ പ്രാപിക്കുകയാണ്. ഇന്ന് പലരും മാനസാന്തരപ്പെടും, മനുഷ്യരോട് മനുഷ്യൻ മാനസാന്തരപ്പെടും. ഒരു മനുഷ്യൻ ആരോടൊക്കെ ഏറ്റുപറഞ്ഞാലും അതൊരു മാനസാന്തരമല്ല. ഒരു മനുഷ്യൻ ദൈവത്തോട് ഏറ്റുപറയുമ്പോഴാണ് മാനസാന്തരത്തിന്റെ ആ ഫലം ഉണ്ടാകുന്നത്. ഇത് പലരും പറയും, ഞാൻ അവിടെ പോയി മാനസാന്തരപ്പെട്ടു, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞു. അതല്ല മാനസാന്തരം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഞാനിനി പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുന്നതാണ് മാനസാന്തരം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലസ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലേക്ക് കടന്നു വരികയാണ്. ഈ പാപപങ്കിലമായ ലോകത്തിൽ നാം ജീവിക്കണമെങ്കിൽ, ഈ ദുഷ്ടലോകത്തിൽ നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടി വേണം. കടലിൽ വളരുന്ന മത്സ്യം നമ്മൾ പിടിച്ച് അത് കറി വെക്കുമ്പോൾ അതിന് ഉപ്പിടണം. ഉപ്പിട്ടെങ്കിൽ അതിന് രുചി വരത്തുള്ളൂ. എന്നാൽ ഉപ്പ് രസത്തിലാണ്, ഉപ്പിലാണ് ഈ മത്സ്യം ജീവിക്കുന്നതെങ്കിലും അതിന് രുചി വേണമെങ്കിൽ നാം ഉപ്പ് ചേർക്കണം. എന്നതുപോലെ ഈ മത്സ്യത്തിൽ, ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം ഉപ്പ് അതിൽ സ്പർശിക്കാത്തതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തോടകന്ന് ജീവിപ്പാൻ നമ്മൾക്ക് കഴിയും. ഈ പാപത്തോട് വെറുത്ത് പാപത്തെ അകത്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ. യേശുക്രിസ്തുവാണ് രക്ഷകനും സൗഖ്യദായകനും ലോകരക്ഷകനും ആണ്. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുവാൻ നമുക്ക് കഴിയും? പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൂരത്തും ചാരത്തുമായി എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും പരിഹാരകൻ യേശുക്രിസ്തു ഇന്ന് ഈ ജംഗ്ഷനിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗഖ്യമാണോ? കടന്നു വരും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കുടുംബ പ്രശ്നമാണോ? പരിഹരിക്കുവാൻ യേശുക്രിസ്തു മതിയായവനാണ്. അവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് മോചനമാണോ? യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഇന്ന് ഈ ജംഗ്ഷനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണോ? അതിന്റെ പരിഹാരകൻ യേശുക്രിസ്തു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം ഇന്ന് യേശുക്രിസ്തു നിങ്ങൾക്ക് തരും. അഥവാ കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പില് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2012 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഓരോ വിഷയത്തിനും വിടുതലാണ്, രക്ഷയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പ് പറയുകയാണ്. ഈ ദേശത്തെ എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവകാശം പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പാലിക്കും ചിറകടിയിൽ താൻ തരും ശരണം, വഴികളിലെന്നും കാത്തുപാലിക്കും ചിറകടിയിൽ താൻ തരും ശരണം.
ഉന്നതനേശുവിൻ മന്മഹത്വം നീ മന്നിതിലെന്നും ഘോഷിക്കണം. അവനായെന്നും നീ ജീവിക്കണം. വിളിച്ചവനെന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കും അവൻ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയുമോ? നിനക്കാശ്രയം ഇല്ലാതാകുമോ? നിന്നെ വഴിയിൽ അവൻ കൈവെടിയുമോ? നിനക്കാശ്രയം ഇല്ലാതാകുമോ? വിളിച്ചവനെന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കും അവൻ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല. നിനക്കാശ്രയം ഇല്ലാതാകില്ല. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല. നിനക്കാശ്രയം ഇല്ലാതാകില്ല. സാധാരണ രക്ഷ എന്ന് പറയുമ്പോൾ, രക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് പാപത്തിൽ നിന്നുള്ള ഒരു മോചനം ഒരു താൽക്കാലികമായ മോചനമല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിത്യ തേജസ്സോടും നിത്യ ജീവനോടും ലോകത്തില് ഭരിക്കുവാനുള്ള അധികാരത്തോടും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യന്റെ തേജസ് തന്റെ പാപം മൂലം നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ വീണ്ടെടുത്ത് ആ ഭാഗ്യ പദവി തരുവാൻ, ആ രക്ഷാ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അങ്ങനെ മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് ഏതാണ്ട് 1000 വർഷങ്ങൾക്കും യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഒരു രക്ഷകൻ കന്യകയിലൂടെ ജനിക്കുമെന്ന്. അവൻ ഇമ്മാനുവൽ എന്ന് പേർ കൊടുക്കണം. അവൻ നന്മ തള്ളി തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കും. പ്രായമാവും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്ന്. അവൻ ഭക്ഷണ പദാർത്ഥം കഴിച്ചിട്ടുള്ളതല്ല, തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. അവരല്ലാതെ വേറൊരു ദൈവമില്ല. യേശു ക്രിസ്തുവാണ് നമ്മൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു കർത്താവ് വീണ്ടും വരാൻ പോവുകയാണ്. അവന്റെ 2ാം വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഈ ദേശത്തോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ കർത്താവിന് വേണ്ടി ഞാൻ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റവും അടുത്തു. അധികമില്ല അധികമില്ല യാത്ര അധികമില്ല 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 യാത്ര അധികമില്ല. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശിൽ നോക്കി
മാറിയാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ താങ്ങിടുന്ന ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു. ദൈവവചന പ്രഘോഷണവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് സാക്ഷരതയിലും മറ്റും കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കെ, അതേപോലെ തന്നെ കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മദ്യവിൽപ്പനയിലും അതിൻ്റെ ഉപയോഗത്തിലും. കേരള സർക്കാർ തന്നെ ഈ കഴിഞ്ഞ മാസം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തുന്നു എന്നത് അത് വളരെ അപ്രതീക്ഷിതമായ ഒരു ഗവൺമെന്റ് നീക്കമാണ്. ഗവൺമെന്റ് അങ്ങനെ പറയുവാനുള്ള കാരണം ഈ മദ്യപാനവും ലഹരി മരുന്ന് ഉപയോഗവും മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് കാണാം. ഒരു മദ്യപാനത്തിലൂടെ മനുഷ്യന്റെ ആരോഗ്യത്തെ ക്രമേണ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു രീതിയാണ്. കുടുംബത്തെ തകർക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു മദ്യപാനം. കാരണം ഈ മദ്യപാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഈഥൈൽ ആൽക്കഹോള് ഒരിക്കലും സാധാരണ ആഹാരം ദഹിക്കുന്നത് പോലെ നമ്മുടെ ആമാശയത്തിൽ പോയി ദഹിക്കുന്നില്ല. ഈ മദ്യം ദഹിക്കുന്നത് കരളിലാണ്. ഈ കരളിന് വീക്കമുണ്ടായി ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ ബാധിച്ച് തലച്ചോറിനെ ബാധിച്ച് ക്രമേണ ഒരു മദ്യപാനി മരണത്തിലേക്ക് നീങ്ങുന്നു. ഇതിന് ശാസ്ത്രീയമായ പല ചികിത്സകൾ ഉണ്ടെങ്കിലും ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി തരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവവചനം പറയുന്നത് പിതാവായ ഏക ദൈവമേ നമ്മൾക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമ്മൾക്കുണ്ട്. അവൻ മുഖാന്തരം നാമും അവൻ സകലത്തിനും അധികാരിയുമാകും. യേശു കർത്താവ് 2012 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ചത് ഒരു യാദൃശിക സംഭവമല്ല. കാരണം പ്രവാചകന്മാര് മുഖാന്തരം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ഒരു കന്യകയിലൂടെ ഒരു പുത്രൻ ജനിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേര് കൊടുക്കണം. ഇമ്മാനുവൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഈ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് മുഴുവനും തന്നിരിക്കുന്നു. എന്താണ് രക്ഷ? കേവലം പാപത്തിൽ നിന്ന് ഒരു വിടുതലല്ല രക്ഷ. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് നിത്യ തേജസ്സോടും നിത്യജീവനോടും നിത്യ ജീവനിലേക്ക് കടക്കുവാനുള്ള അനുഗ്രഹത്തോടും ഈ ലോകാധിപത്യത്തിന്റെ അധികാരത്തോടും കൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ പാപം കൊണ്ട് അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടത് തിരിച്ച് മാനവരാശിക്ക് ലഭിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. ഇതൊരു മാനുഷിക സമ്പ്രദായമോ ഒരു താൽക്കാലിക മരണമോ അല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്.
താൻ കാൽവരി ക്രൂശിൽ മരിച്ച് ഒരു പരമയാഗമായി തീർന്ന് മാനവരാശി രക്ഷയിലേക്ക് നടക്കുക എന്നുള്ളത്. 1 കൊരിന്ത്യർ 6:9 പറയുന്ന പാപത്തിന്റെ ചിലൊരു പട്ടിക, ഒരു ചെറിയ പട്ടിക. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, പുരുഷകാമികൾ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, കള്ളന്മാർ, വാവിഷ്ഠാനക്കാർ തുടങ്ങിയവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 21-8 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കുലപാതകൾ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ, പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയത്രേ. അപ്പൊ പാപത്തിന്റെ പട്ടിക ഒരുപാടുണ്ട്. പാപത്തിന്റെ പട്ടിക പറഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അപ്പൊ മനുഷ്യനെ അശുദ്ധമാക്കുന്ന, ദൈവമായി തകരുന്ന ഈ പാപ സ്വഭാവങ്ങളും മനുഷ്യനെ ഉപേക്ഷിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ നാം സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് ആസന്നമായിരിക്കുന്നു. ദൈവവചനം 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത്, കർത്താവിനാൽ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ശേഷിക്കുന്ന ജീവനോടെ അവരോടൊരുമിച്ച് മേഘത്തിൽ കർത്താവിനെ ഏൽപ്പാൻ ആകാശത്തിൽ എടുക്കപ്പെടും. ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് എന്താണ് കാര്യങ്ങൾ കിടപ്പ്? ആഡംബര ജീവിതത്തില് അത്യുന്നത നിലയില് ഇന്ന് മാനവരാശി എത്തിയിരിക്കുകയാണ്. AC ഇല്ലാതെ കിടക്കാൻ പറ്റാത്ത അനേകരെ എനിക്കറിയാം. ഞാനും കൊടിയ മദ്യപാനിയായിരുന്നു ഒരു കാലത്ത്. ഞാൻ അറേബ്യയുടെ മരുഭൂമിയില് ജോലി ചെയ്യുന്നപ്പോൾ ഏറ്റവും വലിയ മദ്യപാനിയായിരുന്നു ഞാൻ. യഥാർത്ഥ സ്പിരിറ്റില് 2 തുള്ളി ചാരായം ഒഴിച്ചാൽ വെള്ളം ഒഴിക്കാതെ കുടിക്കാൻ പറ്റത്തില്ല. 2 തുള്ളി മതി. നമ്മൾ 1/2 ഗ്ലാസ് എടുത്ത് വെള്ളം ചേർക്കാതെ കുടിച്ചോണ്ടിരുന്ന ഒരുത്തനായിരുന്നു ഞാൻ. ഏറ്റവും വലിയ മദ്യപാനിയായിരുന്നു ഞാൻ. ബിസിനസ്സുകാരനായിരുന്നു ഞാൻ. ഏറ്റവും വലിയ പുകവലിക്കാരൻ, തമ്പാക്കുകാരനുമായിരുന്നു ഞാൻ. എന്നാൽ യേശു കർത്താവ് എന്നെ രക്ഷിച്ചു. യേശു കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചത് ദൈവം എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. ഇന്നലെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളോട് ദയ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആരും നശിച്ചു പോകാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് വരണമെന്നാണ് ദൈവം. ആർക്ക് വേണേ കടന്നു വരാം. ബ്രെയിൻ ട്യൂമർ ആണോ, ക്യാൻസർ ആണോ, ലിവർ പ്രോബ്ലം ആണോ, കിഡ്നി കംപ്ലൈന്റ് ആണോ, തളർവാദ രോഗമാണോ, വിട്ടുമാറാത്ത തലവേദനയാണോ, മറ്റ് ശാരീരിക അസ്വസ്ഥതയാണോ, കടഭാരമാണോ, കുടുംബത്തിന് തകർച്ചയാണോ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണോ, എന്ത് പ്രശ്നമാണെങ്കിലും എന്റെ ദൈവം ഇന്ന് അത് തീർക്കുവാൻ, പരിഹരിക്കുവാൻ അവൻ ശക്തനും വിശ്വസ്തനുമാണ്. സ്വർഗാദി സ്വർഗത്തിന് മേലിൽ വസിക്കുന്നതിന്റെ ദൈവം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരെയും കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദേശം കർത്താവിന് വേണ്ടി വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ദേശം യേശുക്രിസ്തുവിന് വിടുവിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന, എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അവകാശം പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റുകൊള്ളവനെ തള്ളാതെ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ച് മുൾമുടി ചൂടില പൊൻശിരസരിന് നിന്നെയും ദുഷിയും പീഡയും സഹിച്ചു ദിവ്യമാം രുധിരം ചൊരിഞ്ഞു നിനക്കായി കരുണയായി നിന്നെ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ഹീനമനുജനാമെടുത്ത യേശുരാജനി സവിധി നിൽപ്പൂ.
തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ, ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ, ആശ്വാസം പറവാൻ ആരും തന്നില്ലാതെ, ആരുമാ രക്ഷകൻ സകൃതങ്ങൾ പോ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, മായാലോകത്തെ തെല്ലുമേ നമ്പാതെ, മാനവമാനസം ആകവേ മാറുമേ, മാറാത്ത ദേവനെ മാനിച്ചിടുന്നെങ്കിൽ ദിവ്യമാ സന്തോഷം പ്രാപിച്ചാനന്ദിക്കാം ആശയോടെ നിവാങ്ങി. My brothers and sisters, I humbly request you, if you are suffering from any problems, any financial problem, you are suffering from any disease which is not curable, the medical science cannot be cured you, no medicine can be cured you, please come forward, we will pray for you. Jesus is going to heal you any disease. Are you suffering from cancer? You are suffering from arthritis, you are suffering from brain tumor, you are suffering from any kidney complaint, are you suffering from any kind of disease? Jesus is going to heal you at free of cost. भाइयों बहनों, आप कोई प्रॉब्लम में है क्या? आपको फाइनेंशियल प्रॉब्लम है क्या? आपको एक बीमार है क्या? आपको काम में प्रॉब्लम है क्या? अब आइए, हम आपके लिए प्रार्थना करने के जा रहे हैं. यीशु प्रभु इधर आया है, वो अभी हील करने के लिए जा रहा है. आप विश्वास कर दीजिए, यीशु प्रभु 2000 सना का पहले ये भूमि में आया, ये मानव राशि का मोचन के लिए वो मर गया. वो यीशु प्रभु अभी स्वर्ग में है, वो अभी वापस आने वाला है. वो पहला बोला था, मैं अभी आएगा, मैं आपके घर बनाने को जा रहा है. ऊपर आने के बाद आप लोग भी लेके जाने के लिए मैं आपका साथ वापस आएगा. वो यीशु प्रभु सगनत वो सबका बनाया है, आपको बनाया है, वो प्रबंध का बनाया है, वो सृष्टिकर्ता है, वो अभी है. आप विश्वास कर लीजिए. Ladies and gentlemen, do you believe in Jesus Christ? You will be saved. You will be healed. God is going to heal you. God is going to take you to the heavenly places. God has planned to save you, not to destroy you. God never like to be perished to you. Jesus wants to take you to the heaven. Believe him that Jesus is God. You will be saved. Believe him. Accept him. Jesus Christ as Lord. You will be saved. Your family will be blessed. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേരളം മുഴുവനും ഈ പ്രചരണ പരിപാടി ആയിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്നു. അത് മുഖാന്തരമാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വരുവാൻ, നല്ലവരായ ദേശസ്നേഹികളെ കാണുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ സാധിച്ചത്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവായ യേശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് എത്തിയെങ്കിലും 1ാം സ്ഥാനത്ത് പല കാര്യങ്ങളിലും കേരളം എത്തുന്നുണ്ട്. അത് ഒരു കാര്യമാണ്, ലഹരി ഉപയോഗത്തിലും കേരളം 1ാം സ്ഥാനമാണ്. ഇന്ന്
കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെയും ലോകം മുഴുവനും മനുഷ്യർ ലഹരിയിൽ അടിമപ്പെട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ആ ഒരു മുഖത്തിൽ അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് കാണാം. ഇന്ത്യയില് അവരുടെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ മരിക്കുന്നവരിൽ 90% സൈക്കോസോമാറ്റിക് എന്ന പ്രത്യേക ഒരു ക്രിയയിലൂടെയാണ് ജനങ്ങൾ മരിക്കുന്നതെന്ന് സർവേയിൽ കണ്ടെത്തി. എന്താണ് സൈക്കോസോമാറ്റിക് എന്ന ആ ക്രിയ? മനസ്സിന്റെ വിഷമം കൊണ്ട് മാനസികമായ ആ വിഷമവും വേദനയും അത് ശരീരത്തെ ബാധിച്ചുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് മരിക്കുന്നവരാണ് ഇന്ന് 90% ഇന്ത്യയിൽക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ മാനസിക വിഷമവും മനോവേദനയും കൊണ്ട് മനുഷ്യൻ അതിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് ശരീരത്തെ ബാധിച്ച് പല അസുഖങ്ങളും ഉണ്ടായി അവൻ മരണപ്പെടുന്നു. പലരും മരണത്തോട് മല്ലടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മനുഷ്യർ പലരും മദ്യം ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കാര്യം അതാണ്. ഒരു താൽക്കാലിക സൗഖ്യം ലഭിക്കുക, വേദനയുടെ കാര്യങ്ങളൊന്ന് മറക്കുക, ഒരു കൂട്ടുകാരുമൊത്ത് ഒരു കൂടിച്ചേരൽ നടത്തുക, എന്റെ വേദനയ്ക്ക് ഒരു ശമനമുണ്ടാകുക, ഇങ്ങനെ പലവിധ കാര്യങ്ങളാൽ മനുഷ്യൻ മദ്യപിക്കുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ മദ്യത്തിന്റെ ചില കാര്യങ്ങൾ എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന പ്രത്യേക രാസനാമമുള്ള ഈ കാര്യം, മദ്യത്തിന്റെ രാസനാമം എന്ന് പറയുന്ന ഈഥൈൽ ആൽക്കഹോളാണ്. ഇത് കള്ളില് 6% മുതൽ 10% വരെ അടങ്ങിയിരിക്കുന്നു. വീഞ്ഞില് 5% മുതൽ 8% വരെ അടങ്ങിയിരിക്കുന്നു. ബ്രാൻഡി, വിസ്കി, റമ്മില് ഇത് 40%-നും 55%-നും ഇടയിൽ അടങ്ങിയിരിക്കുന്നു. ചാരായത്തില് അത് 55%-ന് മുകളിൽ അത് ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു. ഈ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന ഈ വിഷമദ്യം ഒരിക്കലും ആമാശയത്തിൽ ദഹിക്കുന്നില്ല. നമ്മൾ എന്ത് കഴിച്ചാലും കുടിച്ചാലും അത് ആമാശയത്തിൽ ദഹിക്കുന്നു, പിന്നെ കുഴപ്പമില്ല. ഈ സാധനം, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ സാധനം ലഹരി വസ്തുക്കളിലെല്ലാം ഉണ്ട്. ഇത് ആമാശയത്തിൽ ദഹിക്കാതെ അത് ദഹിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കരളിലാണ്. കരളില് ഇങ്ങനെ ദഹിക്കേണ്ട സ്ഥാനത്ത് ദഹിക്കാതെ വേറൊരു അവയവത്തിൽ ചെന്ന് ദഹിക്കുമ്പോൾ ആ അവയവത്തിന് കേടുപറ്റുന്നു. കൂടാതെ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന മദ്യം തലച്ചോറിനെ ബാധിക്കുന്നു. രക്തത്തിൽ അലിഞ്ഞു കയറി അത് തലച്ചോറിലേക്ക് പോകുന്നു. അങ്ങനെ മനുഷ്യൻ രോഗിയായിട്ട് തീരുന്നു. മദ്യപാനം എന്ന് പറയുന്ന ഒരു ദൗർബല്യമല്ല, അതൊരു രോഗമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മദ്യപാനികൾ, ദൈവവചനം പറയുന്നത്, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഈ മദ്യപാനത്തെ കുറിച്ചുള്ള ഈ കണ്ടുപിടുത്തങ്ങള് നമുക്കറിയാം. നമ്മൾ ജനിച്ചത് മുതലേ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ബൈബിളിൽ, വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന് വരവിന്റെ മുൻപ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നസീർ വ്രതക്കാരൻ വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനവധി തവണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ച ഈ മദ്യം, ഇത് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മദ്യപാനത്തിലൂടെയാണ് പല വിശുദ്ധന്മാര് താഴ വീഴാനുള്ള കാര്യം, പല രാജാക്കന്മാര് താഴ വീഴാനുള്ള കാര്യം അതാണ്. ലോത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ, ബൈബിളിലേക്ക് ലോത്ത് താനും മദ്യപിച്ചുകൊണ്ടത് അസാൻ മാർഗത്തിലൂടെ ആ തലമുറ കടന്നു പോകാനിട വന്നു. നോഹ ജലപ്രളയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാലും നോഹയും മദ്യപിച്ചതുകൊണ്ട് അത് വലിയ ഒരു തകരാറിലേക്ക് സംഭവിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. അനേക രാജാക്കന്മാർ മദ്യപിച്ചുകൊണ്ട്
അവരുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞ പല സംഭവങ്ങളും ബൈബിളിൽ കാണുന്നു. ഇത് ഇന്നും ഇന്നലെയും എഴുതപ്പെട്ട കാര്യമല്ല. ബെൽഷസ്സർ എന്ന് പറയുന്ന ബാബിലോണിൻ രാജാവും അങ്ങനെ തന്നെ ആയിരുന്നു. താനും മദ്യപിച്ച് ദൈവാലയത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് അതിൽ വീഞ്ഞും മദ്യവും കലർന്ന് ഉപയോഗിച്ചപ്പോൾ താൻ തകർക്കപ്പെടുവാൻ ഇടവന്നു. പുതിയ നിയമത്തില് യേശുക്രിസ്തു പറയുന്നത് എന്താണെന്ന് നോക്കാം. കർത്താവിന്റെ ആത്മാവ് പറയുന്നത് എന്താണെന്ന് നോക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ഭാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിനുശേഷം അടുത്ത വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മുൻപേ നിങ്ങളും ഈ വകക്കാരായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ക്രിസ്തുവിനെ സ്വീകരിച്ച നാൾ മുതൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ, സാത്താനിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ, പിശാചിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, ഇതെല്ലാം ദൈവം ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇടവരുത്തി. ദൈവമക്കളെ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ആത്മാവിന് യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ? നീ രക്ഷിക്കപ്പെടണം. കർത്താവിന്റെ വചനം പറയുന്നത് മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ നീ നശിച്ചു പോകുമെന്ന്. കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെന്ന് രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അനുസരിക്കാത്തവരോ ജീവനെ കാണുകയില്ല. ഇന്ന് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശുവിന്റെ കൽപ്പന കൂടെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതെന്താണ് കൽപ്പനയെന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ലഘുലേഖകളിലൂടെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കുറച്ചു നാളത്തെ ഈ ജീവിതം നമ്മുടെ രക്ഷയെ പന്താടാനുള്ളതല്ല, ആർക്ക് വേണ്ടിയും കളഞ്ഞു കുളിക്കാനുള്ളതല്ല. നമ്മുടെ രക്ഷ നാം സ്വർഗത്തിൽ എടുക്കപ്പെടണം. ദൈവവചനം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ബിംബാരാധികൾ, പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയത്രേ. ദൈവവചനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. പെട്ടകത്തിന്റെ വാതിലടച്ച് നോഹയും കുടുംബം അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ആ വാതിൽ തുറക്കാൻ പറ്റത്തില്ല. കാരണം നോഹ എന്ന പെട്ടകത്തിന്റെ വാതിലടച്ചത് എന്റെ ദൈവമാണ്. രക്ഷയുടെ സമയം കഴിയാറായി. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടകത്തിന്റെ വാതിലടച്ചാൽ നമ്മൾക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. ദൈവവചനം പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അടച്ചവന് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ആർക്കും ആ വാതിൽ അടക്കാനോ തുറക്കാനോ കഴിയത്തില്ല. രക്ഷ പ്രാപിച്ചോളണം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുക. നിങ്ങൾക്ക് രോഗസൗഖ്യം വേണോ? നിങ്ങൾ കടന്നു വരും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ത് രോഗമാണ്? ക്യാൻസർ ആണോ? പ്രൈസ് ദി ലോർഡ്. കിഡ്നി പ്രോബ്ലം ആണോ? ഹാർട്ട് അറ്റാക്ക് ആണോ? ഏത് രോഗത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇന്ന് വിടുതലാണ്. ഇന്ന് വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കും. മദ്യപാനത്തിന്റെ വിടുതൽ വേണോ? ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രൈസ്. ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ പ്രശ്നം? കുടുംബ പ്രശ്നമാണോ? കടഭാരമാണോ? നൈരാശ്യമാണോ? പൈശാചിക ബാധയാണോ? പ്രൈസ്. വിട്ടുമാറാത്ത രോഗമാണോ? ഹല്ലേലൂയ. ഹൃദയ രോഗമാണോ? നിങ്ങളുടെ കുടുംബത്തിന്റെ മക്കളുടെ പ്രശ്നമാണോ? മക്കളുടെ ഭാവിയാണോ? വിദ്യാഭ്യാസ പ്രശ്നമാണോ? എന്ത് പ്രശ്നമാണെങ്കിലും കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കണം. യേശു ക്രിസ്തു ദൈവമാകുന്നു. യേശു ക്രിസ്തു സ്നേഹമാണ്. യേശു ക്രിസ്തു സർവശക്തനാണ്. യേശു ക്രിസ്തു ആത്മാവാണ്. ഇന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. നീതി, ന്യായം, ന്യായവിധി ഇവയെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ രക്ഷാർക്കും പന്താടാനുള്ളതല്ല. നമുക്ക് സ്വർഗത്തിൽ പോകണം. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. മഹാനായ സലോമോൻ
രാജാവ് പറയുന്നു, ഈ ലോകം മായയത്രേ, മായ. ദാവീദ് രാജാവ് പറയാണ്, നമ്മുടെ ആയുസ് 4 വിരൽ നീളമത്രേ. ദൈവമക്കളെ, ഈ ലോക ജീവിതം താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ വാസം അത് നിത്യമാണ്. നിത്യമായ ജീവിതത്തിന് അവകാശികളായി തീരുവാൻ നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുകയും കർത്താവിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ നാമം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമായിട്ട് ഹല്ലേലൂയ കടന്നു വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇരിപ്പിൽ തന്നെ യേശുവിന് നിങ്ങൾ സമർപ്പിച്ചോ. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും വിടുവിക്കുവാൻ യേശുക്രിസ്തു ശക്തനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവേ എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുകയാണ് എന്നാരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുതലാണ്. യേശുവേ ഞാൻ കടത്തിൽ മുഴുകി കിടക്കുകയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. എന്റെ രോഗം സൗഖ്യമാക്കണം യേശുവേ, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകളാണെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ദൈവം വിടുവിക്കാൻ ശക്തനാണ്. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുക. നിങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. ഇനി നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൾ വഴുതുവാനിട വന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു മനുഷ്യനെ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെന്ന്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് അവന്റെ തേജസ് നഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി തീർന്നു. ആ പാപത്തിൽ നിന്ന് വിടുവിച്ച് ആ ദൈവ നീതിമാനായതുകൊണ്ടാണ് മനുഷ്യനെ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച് നമ്മൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ആട്ടുകൊറ്റന്മാരെ കാളക്കിടാക്കളെ കൊണ്ട് ഒരു മോചനമില്ല. മനുഷ്യന്റെ മോചനം യേശുക്രിസ്തുവിലൂടെ ആകിയാൽ താൻ കാൽവരി ക്രൂശിൽ മരിച്ച് സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് ഒരു കാരണഭൂതിയായി തീർന്നു. അവൻ സകലത്തിന്റെയും എല്ലാ മാനവരാശിയെയും ഇന്നെ കേൾക്കുന്നവരെ ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവനൊരു പരമയാഗമായി തീർന്നു. ദൈവ പൈതല്, നീ പാപത്തിലാണോ ജീവിക്കുന്നത്? ഇന്നൊരു ഈ സമയം നിനക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. നീ ഏറ്റുപറ, യേശുവേ നിന്റെ കാൽവരി രക്തത്താൽ പുണ്യാഹ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന്. യേശുവേ ഞാൻ നിന്റെ പൈതലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ രക്ഷിക്കണമെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയാണ്. നിങ്ങൾ ഈ വാഹനത്തിന്റെ മുമ്പിൽ വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം തരാൻ ദൈവത്തോട് നിങ്ങൾക്ക് നേരിട്ട് പറയാം. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ വേറൊരു മധ്യസ്ഥൻ ആവശ്യമില്ല. യേശുക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥനില്ല. യേശുവല്ലാതെ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുവാൻ വേറൊരു ദൈവമില്ല. മാനുഷികമായ അനേകം ദൈവങ്ങളുള്ള രാജ്യത്ത് ദൈവ പൈതലെ യേശുക്രിസ്തു അല്ലാതെ ഒരു ദൈവമില്ല. ഇന്ന് വിശ്വസിച്ചോ, നിങ്ങൾക്ക് വിടുതലാണ്, നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് സൗഖ്യമാണ്, നിങ്ങൾക്ക് വിടുതലാണ്. നിങ്ങളെ ഏതെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. कोई आदमी भाई लोग यीशु प्रभु को आपको दिल देना है तो आप बोल दीजिए यीशु प्रभु भगवान, दूसरा कोई भगवान नहीं है। अनेक आदमी लोग बोलता है उधर भगवान इधर भगवान, के भगवान? कोई भगवान नहीं है, भगवान एक ही है, यीशु प्रभु।
वो अपन सबको बना दिया, ये दुनिया को बना दिया, ये प्रपंच को बना दिया। वो नित्य जीवन को वो देता है, वो यीशु प्रभु देता है। उसको आप विश्वास करेंगे तो आपको जीवन देगा, आपको ब्लेसिंग मिलेगा, वो आपको फैमिली को ब्लेसिंग मिलेगा। आपको क्या प्रॉब्लम है? आपको वो बीमार का प्रॉब्लम है क्या? आपको पैसा का प्रॉब्लम है क्या? आपको धंधा का प्रॉब्लम है क्या? आपको काम का प्रॉब्लम है क्या? बोलो आप लोग को लिए प्रार्थना करने का हम लोग तैयार है। अब कोई प्रॉब्लम यीशु प्रभु के प्रॉब्लम नहीं है। प्रॉब्लम आपको ही है, मेरे के लिए। लेकिन आप बोलो हम प्रार्थना करने को तैयार है। यीशु प्रभु आपको जीवन देगा। यीशु प्रभु आपको क्या काम है वो अभी देने को तैयार है। क्या बात है आपको? आप बोलो यीशु प्रभु को दिल दे दो, वो आपको वो जिंदा देगा, वो आपको ब्लेसिंग देगा। कोई तीना